ഇന്ന് നമ്മുടെ ലൈവിൽ കടന്നു വന്നിട്ടുള്ളത് പോളണ്ടിൽ നിന്നുള്ള ഒരു അച്ഛനാണ്. കത്തോലിക്ക വൈദികനാണ്. അച്ഛന്റെ പേര് ഫാദർ തോമസ്. അപ്പം ചില നാളുകൾക്ക് മുമ്പ് ഈ അച്ഛനുമായിട്ട് ഒരു ഇന്റർവ്യൂ എനിക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയായിരുന്നു. അതൊരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് അച്ഛനെ വീണ്ടും ഒന്ന് വിളിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയത്. ഇപ്പൊ എന്തായാലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ഈ മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആണ് അച്ഛൻ കടന്നു വന്നിട്ടുള്ളത്. അച്ഛനെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. അച്ഛാ, സ്വാഗതം. താങ്ക് യു, നന്ദി. പോളണ്ടില് അച്ഛൻ വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛനാണ്. എന്തായാലും സ്വാഗതം ചെയ്യുന്നു. മാർപ്പാപ്പ ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് അച്ഛന് ഈ വിഷയത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമുക്ക് ഓരോന്ന് എനിക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചോളാം. ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ സന്യാസ സഭയായ ഫ്രാൻസിസ്കൻ സഭ എന്ന് പറയുന്ന സഭയുടെ സ്ഥാപകൻ സെയിന്റ് ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് അസീസി. അദ്ദേഹം ഇറ്റലിയിലാണ് ജനിച്ചത്. കേൾക്കാമോ? അദ്ദേഹം 12-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയിൽ ഇന്നറിയപ്പെടുന്നത് അനദർ ക്രൈസ്റ്റ്, മറ്റൊരു ക്രിസ്തു എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു ക്രിസ്തു. അതിന് ആ നാമം അദ്ദേഹത്തിനായിരുന്നു കൊടുത്തിരുന്നത്, ഫ്രാൻസിസ് അസീസിക്ക്. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് വല്ലതും പറയണോ? പറയണം. അദ്ദേഹം സ്ഥാപിച്ച ഒരു സന്യാസ സഭയാണ് ഫ്രാൻസിസ്കൻ സഭ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാനും ഒരു സന്യാസ സഭയുടെ അംഗമാണ്. കത്തോലിക്ക സഭയിലെ 3 ലൈഫ് സ്റ്റൈലുണ്ട്: കുടുംബജീവിതം, രൂപത, ഇടവക്കാര്, പിന്നുള്ളത് സന്യാസമാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അത് ആർക്ക് വേണമെങ്കിലും സ്ഥാപിക്കാം. സന്യാസ സഭ സ്ഥാപിക്കുക, അപ്പൊ അതിനകത്ത് മെമ്പേഴ്സ് ആകുക. കൽക്കട്ടയിലെ മദർ തെരേസ ഒരു സന്യാസ സഭയിലായിരുന്നു. അവൾ വേറൊരു സഭ സ്ഥാപിച്ചു, പാവങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി കൽക്കട്ടയിൽ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിലെ വലിയൊരു പ്രഭുവിന്റെ മകനായിരുന്നു ഇറ്റലിയിലെ അസീസിയിലുള്ള ഒരു വലിയ പ്രഭുവിന്റെ മകനായിരുന്നു ഈ ഫ്രാൻസിസ് ഭയങ്കരമായിട്ട് ജീവിതത്തെ ആസ്വദിക്കുകയും എല്ലാവിധ ആസ്വാദനവും ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിസിന് വലിയൊരു മാനസാന്തരം ഉണ്ടായി. പാവങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവിന്റെ മേശയിൽ നിന്നും പണം വാരി പാവങ്ങൾക്ക് കൊടുത്തതിന് അദ്ദേഹത്തെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് സ്വന്തം പിതാവ്. അങ്ങനെ അദ്ദേഹം തന്റെ വസ്ത്രം പോലും ഉരി കൊടുത്തുകൊണ്ട് പാവങ്ങളോട് കൂടി കഴിഞ്ഞു. അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഒരു സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. ആ സന്യാസ സഭയിൽ അദ്ദേഹം വൈദികനായില്ല, അച്ഛനായില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കതിനുള്ള യോഗ്യതയില്ലെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അപ്പത്തിലും വീഞ്ഞിലും അതിലൂടെ യേശു കടന്നു വരുന്നു. യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് കടന്നു വരുന്നു. അതെടുക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് അത് വേണ്ട. അദ്ദേഹത്തിന്റെ സഭയിലെ മറ്റംഗങ്ങളൊക്കെ അച്ഛനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുഖവരയായിട്ട് ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വിശുദ്ധനാണ്. സഭയുടെ ഫ്രാൻസിസ്കൻ സഭ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഫ്രാൻസിസ്കൻ സന്യാസ സഭകളുടെ ഫൗണ്ടറാണ്. അദ്ദേഹം സഭയുടെ സ്ഥാപകനാണ് 13-ാം നൂറ്റാണ്ടില്. അപ്പോൾ
അദ്ദേഹം മറ്റൊരു ക്രിസ്തുവായി, അതായത് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ. ഒരു പ്രാവശ്യം ആശ്രമത്തില് ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ലായിരുന്നു, അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാനില്ലായിരുന്നപ്പോൾ ഒരു ബൈബിൾ അവിടെ ഇരുന്നു. ബൈബിൾ, അന്നത്തെ കാലത്ത് ഒരു ബൈബിൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ വില കിട്ടുന്നതാണ്. വിശന്ന് വലഞ്ഞു വന്ന ആ മനുഷ്യൻ ആ ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തോ, നല്ല വില കിട്ടും. അങ്ങനെ ഒരു ബൈബിൾ അന്ന് കൊടുത്താൽ അത് അത് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഒരു ബൈബിൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഇത് കൊണ്ട് കൊടുത്തിട്ട് നീ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കൂ മകനെ എന്ന് പറഞ്ഞു ബൈബിൾ എടുത്തു കൊടുത്തു. അതാണ് വിപ്ലവം, യേശുവിന്റെ വിപ്ലവം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ഒന്നുമല്ല, കർത്താവിനെ ജീവിച്ചു, ക്രിസ്തുവിനെ ജീവിച്ചു എന്നുള്ളതാണ്. അതിന് ധൈര്യം കാണിക്കാത്തവരെല്ലാം ക്രിസ്തുവിൽ നിന്ന് വളരെ അകലെയായിരിക്കും. അതിന് ധൈര്യം കാണിക്കാത്തവരെല്ലാം ക്രിസ്തുവിൽ നിന്നും വളരെ അകലെയായിരിക്കും. എല്ലാ കാര്യത്തിലും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനെ ജീവിച്ചു. മറ്റൊരു ക്രിസ്തു എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ മറ്റൊരു അസീസി എന്ന് വേണമെങ്കിൽ നമുക്കൊരു വിളിക്കാം. അദ്ദേഹത്തെ മറ്റൊരു ക്രിസ്തു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മറ്റൊരു അസീസി എന്ന് വിളിക്കാം, ഫ്രാൻസിസ് അസീസി എന്ന് വിളിക്കാം. അതാണ് അദ്ദേഹം ചെയ്തത്. അത് ലോകത്തിന്റെ കണ്ണിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വളരെ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മാതൃകയാണ് ആ കൊടുത്തത്. ഞാനും പാസ്റ്റർ ജീവിച്ച അത് ഒരു പക്ഷെ പാസ്റ്ററിന്റെ കുടുംബക്കാരറിയും, അല്ലെ പാസ്റ്ററിന്റെ പള്ളി അവിടെയുള്ള ആളുകൾ അറിയും. ഞാൻ ജീവിച്ചാൽ ഞങ്ങളുടെ സഭയില് ലിമിറ്റഡ് ആയിട്ട്. പക്ഷെ മാർപ്പാപ്പ അത് ജീവിച്ചപ്പോൾ, മാർപ്പാപ്പയും ഞാനും പാസ്റ്ററും എല്ലാവരും ജീവിക്കേണ്ട ഒരു ജീവിതം അദ്ദേഹം ജീവിച്ചപ്പോൾ അത് ലോകത്തിന് എന്തോ വലിയൊരു അത്ഭുതമായി തോന്നി. കാരണം മറ്റുള്ളവർ പലരും, മാർപ്പാപ്പമാരാകട്ടെ മറ്റുള്ളവർ പലരും ഇത്രയും തീവ്രമായിട്ട് ക്രിസ്തുവിന്റെ സന്ദേശം ജീവിച്ചില്ല. ഗാന്ധിജി പറയുന്നത് പോലെ എന്റെ സന്ദേശം എന്ന് പറയുന്നത് എന്റെ ജീവിതമാണ്. അപ്പോൾ ഇത് തന്നെയാണല്ലോ ബൈബിളിൽ കാണുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ചത്തതാണ്. അത് കൃത്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തിൽ കാണിച്ചു ഇല്ലേ? അത് മാത്രമാണ് ഇന്നിപ്പോ LGBT അല്ലെങ്കിൽ അതെല്ലാം ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ ഇതേ സംഭവങ്ങളെല്ലാം തന്നെ യേശു ജീവിച്ചിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. വേശ്യാസ്ത്രീയെ കല്ലെടുത്ത് കൊല്ലണമെന്നാണ് യഹൂദ നിയമത്തില്. യേശു എന്താ ചെയ്തത്? അവളെ സ്വീകരിക്കുക ചെയ്തതല്ലേ, കൊല്ലാനല്ല പറഞ്ഞത്. ഇത് തന്നെയാണ് വിപ്ലവം. ഇത് ഇന്നത്തെ ആധുനിക ലോകത്തില് ഞാനും പാസ്റ്ററും ജീവിക്കുന്നുണ്ടേ എങ്കിൽ അതുപോലെ തന്നെ മാർപ്പാപ്പയും ജീവിച്ചു. മാർപ്പാപ്പ അതിന് വ്യത്യസ്തനല്ല എന്നാണ് അദ്ദേഹം കാണിച്ചു തന്ന ഏറ്റവും വലിയ സന്ദേശം. അതാണ് അവിടെ ഈ മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോഴേ ഈ എല്ലാ മതത്തെയും, അതായത് പ്രത്യേകിച്ച് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടി അവരെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യവും പ്രവേശിപ്പിക്കാത്ത ആളുകളെ സ്വീകരിക്കണം എന്നുള്ളൊരു സന്ദേശം കൊടുത്ത ഒരാളാണ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് ഇസ്ലാം മത സഹോദരങ്ങളൊക്കെ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും കമന്റുകളൊക്കെ എഴുതുകയും ചെയ്തു. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല, അവസാനം അദ്ദേഹത്തെ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കണ്ടത് JD വാൻസ് ആണ്. JD വാൻസ് വൈസ് പ്രസിഡന്റും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും ഭാര്യയും കൂടെയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നത്. JD വാൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. അദ്ദേഹം കത്തോലിക്കനായിട്ട് ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ. അല്ല, അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയായോ? പിന്നെ അദ്ദേഹം ഇന്ന് കത്തോലിക്ക വിശ്വാസി, തീവ്ര കത്തോലിക്കവാദിയാ. ഒരു കത്തോലിക്കവാദിയാണ്. വൈസ് പ്രസിഡന്റ്. അതെന്റെ ഒരു പുതിയ അറിവ് കേട്ടോ. കാരണം JD വാൻസ് പ്രൊട്ടസ്റ്റന്റ് സഭക്കാരനായിരുന്നു. കത്തോലിക്ക സഭയിൽ ചില സഭകളുടെ മാമോദിസ സഭ അംഗീകരിക്കുന്നില്ല. അന്നേരപ്പോൾ ആ മാമോദിസ സ്വീകരിച്ചുകൊണ്ട്
കൃത്യമായിട്ട് അദ്ദേഹം കത്തോലിക്ക വിശ്വാസി, അത് ചെയ്യാം, അന്വേഷിക്കാവുന്നതാണ് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം കത്തോലിക്ക വിശ്വാസി, അതുകൊണ്ടാണ് ട്രംപ് അതിനകത്ത് കത്തോലിക്കരുടെ വലിയൊരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത് തന്നെ. അതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ അതൊന്നും പറയാനല്ല, അതല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോലും മാർപ്പാപ്പ വളരെ സാവകാശം പറഞ്ഞത് ഗാസയിലെ കൊലപാതകം നിർത്തണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹമാസ് ആ 2500 പിള്ളേരെ കൊന്നപ്പോഴും അദ്ദേഹം മുട്ടുവേദനയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി പോയത് കൊണ്ട് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം എവിടെ ബ്ലഡ് ഷെഡ് ഉണ്ടായോ അവിടെ എല്ലാം തെറ്റാണ്, ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ട്രംപിനോട് പറഞ്ഞ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. ട്രംപിനോട് പറഞ്ഞതാണ് അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുള്ള തന്റെ ഇടം. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അത് കത്തോലിക്കൽ ഒരു ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയാണ്. മാർപ്പാപ്പ ജർമ്മനിയിലെ ഒരു ബിഷപ്പ് വലിയൊരു പാലസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മാർപ്പാപ്പ അറിയുമല്ലോ സഭ. ആ ബിഷപ്പിനെ ഡിസ്മിസ് ചെയ്തല്ല, സസ്പെൻഡ് ചെയ്തു. അത് വിൽക്കാൻ പറഞ്ഞു എത്രയും വേഗം. അത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതായത് പാലസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കെട്ടിടമൊക്കെ ആണെങ്കിൽ അത് അംഗീകരിക്കും. ഇത് അതുപോലെ മില്യൺസ് മുടക്കിയാണ് അതുപോലൊരു പാലസ് പണിതത്. അപ്പോൾ ഞാൻ മാർപ്പാപ്പയെ കുറിച്ച്, മാർപ്പാപ്പ ഒരു സന്യാസ സഭയിലാണ് ചേരുന്നത്. ഒരു വലിയ വീട്ടിലെ മനുഷ്യനായിരുന്നു, വലിയ വീട്ടിലെ ഒരു മകനായിരുന്നു അദ്ദേഹം. ജെസ്യൂട്ട്, ഈശോ സഭ എന്ന് പറയും, ജെസ്യൂട്ട്. നമ്മുടെ ഇന്ത്യയിലും ഭാരതത്തിലും ഒക്കെ എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കുന്ന വലിയ സ്ഥാപനങ്ങളുള്ള ഈശോ സഭ, ജെസ്യൂട്ട്, ബോംബെയിലെ സെന്റ് സേവിയേഴ്സ്, അങ്ങനെ ലയോള കോളേജുകളെ ഈ ജെസ്യൂട്ട് സഭ സ്ഥാപിക്കുന്നത് സെന്റ് ലയോളയാണ്. ഒരു സോൾജിയറാണ്. പട്ടണത്തിൽ വെച്ച് മുറിവേറ്റ് ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയായി ഇങ്ങനെ ഒരു സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു 16-ാം നൂറ്റാണ്ടില്. അപ്പോൾ ലയോള സ്ഥാപിച്ച ഈ സഭയിലാണ് മാർപ്പാപ്പ ഈ ജോർജ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്, മാർപ്പാപ്പയാകുന്നതിന് മുമ്പുള്ള പേര് ജോർജ് മാരിയോ ബെർഗോളിയ എന്നാണ്. ജോർജ് മാരിയ ബെർഗോളിയോ എന്നാണ് അദ്ദേഹത്തിന്റെ അർജന്റീനിയൻ പേര്. അപ്പൊ അദ്ദേഹം ഒരു സന്യാസഭയിൽ അംഗമായി, അച്ഛനായി അന്ന് മുതൽ തുടങ്ങിയ ജീവിതമാണ് ഇത്. മാർപ്പാപ്പയായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ജീവിതമല്ല. അന്ന് മുതൽ ദരിദ്രരുടെ പക്ഷം ചേർന്ന് മാർപ്പാപ്പ, പ്രത്യേകിച്ച് വിമോചന ദൈവശാസ്ത്രം, അതായത് ലിബറേഷൻ തിയോളജി ഉടലെടുത്തത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അന്നത്തെ കാലത്ത്, അതായത് ഒരു 19 വർഷം മുമ്പ് ലിബറേഷൻ തിയോളജി വന്നപ്പോൾ അതിനകത്ത് ഒത്തിരി ജെസ്യൂട്ട് അച്ഛന്മാര് ഈ പാവങ്ങളുടെ പക്ഷം ചേരുകയും സൊസൈറ്റിയിൽ അവരോടൊപ്പം ചേരുകയും രാഷ്ട്രീയത്തിൽ കണ്ട അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തുകൊണ്ട് ലിബറേഷൻ തിയോളജി ഉണ്ടായി. പക്ഷെ അതൊരു അക്രമ വാസനയിലേക്ക് അല്ലെങ്കിൽ ഗറില്ല യുദ്ധത്തിലേക്കൊക്കെ വന്നപ്പോൾ സഭ ഇടപെട്ടു. അത് പാടില്ല, ബ്ലഡ് ഷെഡ് പാടില്ല. വേറൊരാളെ കൊന്നുകൊണ്ടല്ല നമ്മൾ നീതി സ്ഥാപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് സഭ ഇന്നായാലും പറയുന്ന കാര്യമാണ്. ഏത് മാർപ്പാപ്പയും പറയും, ഏത് ക്രൈസ്തവനും അംഗീകരിക്കേണ്ട കാര്യമാണ്. നമുക്ക് മരിക്കാം, പക്ഷെ മറ്റുള്ളവനെ കൊല്ലാനായിട്ട് നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കത്തോലിക്ക സഭയിൽ പാടില്ല എന്ന് ഇപ്പോഴത്തെ മാർപ്പാപ്പയും അങ്ങേയറ്റം പറഞ്ഞു. 100 വർഷം വേണേ അവനെ ജയിലിലിട്ടാലും ഒരു കുഴപ്പമില്ല. അവൻ മാനസാന്തരപ്പെടുന്നിടം വരെ ജയിലിലിട്ട് ജോലി കൊടുക്കുന്നത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവനെ കളയുക, അവൻ ചെയ്ത തെറ്റിന് അവനെ കളയുക എന്നുള്ളത് ക്രിസ്തീയമല്ല. അപ്പോൾ ക്രിസ്തു ഒരിക്കലും ഒരാളെയും കൊല്ലാനായിട്ട് അനുവദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയത്തില്ല. ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കണം. നമുക്ക് പൊരുതാൻ അവകാശമുണ്ട്. അത് തന്നെയാണ് മാർപ്പാപ്പയും ചെയ്തത്. അപ്പോൾ മാർപ്പാപ്പ വളരെ വലിയ സംഭവങ്ങളല്ല ചെയ്തത്, ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്തു, വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഉഡായിപ്പ് തിയോളജി ഒന്നും കൊണ്ടുവന്നില്ല.
എനിക്കറിയാം ഈ ജെസ്യൂട്ട് സഭ കേരളത്തില് ഈ ജെസ്യൂട്ട് സഭയിലെ വൈദികര് വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കോളേജുകളൊക്കെ ഉണ്ട്. അവിടുത്തെ മേലധികാരി ഈ മാർപ്പാപ്പ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന ഈ സഭയുടെ മേലധികാരി ആയിക്കൊണ്ടാണ്, പ്രൊവിൻഷ്യൽ എന്ന് പറയും. അന്ന് മുതൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു മാതൃകയുണ്ട്. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ KSRTC ബസ്സേ കയറി, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി യാത്ര ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി, കാർഡിനലായി, കാർഡിനലായി. അപ്പോഴെല്ലാം അരമനയിൽ താമസിക്കാതെ സാധാരണക്കാർ താമസിക്കുന്നത് പോലെ ഒരു വീട്ടിൽ താമസിക്കുകയും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ KSRTC ബസ്സിൽ അല്ലെങ്കിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു. കാരണം അതും കൂടി പാവങ്ങൾക്ക് കൊടുക്കുക. ഇതൊന്നും വേണ്ട, മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടും, ഇന്നൊരു സഹോദരി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടും സഹോദരിയോടും അതുപോലെ തന്നെ ആ അർജന്റീനയിലെ നാട്ടുകാരോടും പറഞ്ഞ, ദയവായിട്ട് എന്റെ കൊറോണേഷന്, എന്റെ ഈ സ്ഥാനച്ചടങ്ങിന് നിങ്ങൾ ആരും വരരുത്. നിങ്ങൾ ആ എയർ ടിക്കറ്റ്, ആ പൈസ കൊടുക്കുക. ആർക്ക് കൊടുക്കുക? നമ്മുടെ ചേരിയിലുള്ള ആളുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ഇതുവരെ അർജന്റീന സന്ദർശിച്ചില്ല, ലാറ്റിൻ അമേരിക്ക, അത് അങ്ങനെ മെക്സിക്കോ, പല രാജ്യങ്ങളും അവിടുത്തെ സന്ദർശിച്ചു. അതിന് അദ്ദേഹം എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് എന്റെ രാജ്യം സന്ദർശിക്കാം, അതൊരു വലിയൊരു കൺസെപ്റ്റ് ആണ് അല്ലെ? എന്റെ രാജ്യം സന്ദർശിക്കാൻ ഞാൻ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സന്ദർശിക്കട്ടെ എന്നാണ്. ഏതാണ്ട് 10-16 അറേബ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചു. പാസ്റ്റർ ചോദിച്ചു, എന്തുകൊണ്ടാണ് മുസ്ലിംസിനോട് ഭയങ്കരമായിട്ട് കാരുണ്യം? മുസ്ലിംസിനോടൊന്നുള്ളതല്ല, നിരീശ്വരവാദിയോടും. അദ്ദേഹത്തെ ട്രംപിന്റെ ഭരണകൂടവും വിളിച്ചു, ഇപ്പോഴത്തെ മാർപ്പാപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ സത്യം പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ പിണറായി വിജയൻ വളരെ കാര്യമായിട്ട് മാർപ്പാപ്പയെ കുറിച്ചൊക്കെ പറഞ്ഞു. 63 ലക്ഷം രൂപയുടെ കിയയുടെ എന്താ പറയുന്ന ആ വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. കിയയുടെ ഒരു വലിയ വണ്ടിയിലാണല്ലോ നടക്കുന്നത്. 63 ലക്ഷം രൂപയുടെ. അതേ അവസരത്തിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ നടക്കുന്നത് വെറും 7 ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോറിൻ മിനിസ്റ്റർ അല്ല, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നടക്കുന്നത് വെറും 7 ലക്ഷം രൂപയുടെ വണ്ടിയിലാണ്. രത്തൻ ടാറ്റ അദ്ദേഹത്തിന്റെ രാജ്യസഭാ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി വരെ ആകാറുണ്ട്. എന്തുമാത്രം അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളല്ലേ തെരുവിൽ കരഞ്ഞുകൊണ്ട് നിന്നത്. അദ്ദേഹം നടന്ന വണ്ടി ഏതാണ്? 6 ലക്ഷം രൂപയുടെ വണ്ടി. അവർക്കൊക്കെ എത്ര വേണേലും ആകാമായിരുന്നു. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്നത് ഒരു ക്രിസ്തുവിനെ പോലെ വിപ്ലവം സംസാരിക്കുന്ന ഒരാളാണ്. ഒക്കെ കമ്മ്യൂണിസ്റ്റത്തിൽ നിന്ന് ജനാധിപത്യമൊക്കെ കൊണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എത്ര വേണേലും വാരി കൂട്ടാമായിരിക്കും. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്ന ഭൂഷണമല്ല ഇതുപോലുള്ള വണ്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിന്റെ അനുയായിക്ക് ചേർന്ന ഒരു കാര്യമല്ല അങ്ങനെയുള്ള ആർഭാടം. ക്രിസ്തു പഠിപ്പിച്ചത് നിനക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കാനാ പറഞ്ഞത്. അത് മാർപ്പാപ്പ കാണിച്ചു കൊടുത്തു. അതിനൊരു 1000 ഉദാഹരണങ്ങളാണ് നമുക്ക് ഇനിയും പറയാനായിട്ട് സാധിക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഞാൻ ഇത് മുഴുവനും പറയാം, സമയമില്ലെങ്കിൽ പറയണം, അവിടെ വെച്ച് നമുക്ക് നിർത്തണം. സമയമുണ്ട്, പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ പ്രാദേശിക സഭ അന്ന് പുള്ളി ജീവിക്കാൻ അച്ഛനായി അന്ന് മുതൽ അച്ഛനൊരു കാര്യം പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ അച്ഛനെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എന്റെ പെന്തക്കോസ്റ്റൽ സംഘം മാർപ്പാപ്പയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്ലബ് ഹൗസിൽ ചർച്ച നടത്തി. അപ്പം അല്ല, ഒരു മിനിറ്റ്, അദ്ദേഹം ഇസ്ലാമിസ്റ്റിന് വേണ്ടി നിന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച നടത്തിയപ്പോ എനിക്കത് കേട്ടപ്പോൾ ഒരു അല്പം വേദന തോന്നി. കാരണം ഒരാള് ഞാനും മാർപ്പാപ്പയെ കുറിച്ച് അല്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ വലിയ ലളിതമായിട്ട് നടത്താവുള്ളൂ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, ഈ മാർപ്പാപ്പയെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് അറിയണം. അപ്പൊ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹം അവര് വളരെ മോശമായ രീതിയിൽ ഈ മാർപ്പാപ്പയെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു കണ്ടപ്പം, എന്നാൽ അതല്ല,
അപ്പൊ എന്നോട് ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളുടെ പെന്തക്കോസുകാരെല്ലാം മാർപ്പാപ്പയെ വളരെ മോശമായിട്ട് പറയുകയാണല്ലോ, പാസ്റ്റർ മാത്രം ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ, അത് എന്നാന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പറയാനുള്ള കാരണം, അപ്പൊ ഈ മാർപ്പാപ്പ ആരായിരുന്നു എന്ന് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യണം. ലോകം അത് അറിയണം. ലോകത്തിന് അറിയാം, എങ്കിലും എന്നെ പോലെ ഒരു വ്യക്തി ഇത് ലീഡ് ചെയ്യുമ്പോൾ, അച്ഛനെ പോലുള്ള ഈ വിഷയത്തെ കുറിച്ച് അറിവുള്ളവർ പറയുമ്പോൾ ജനത്തിന് അതൊരു ബോധ്യമാകണം. അതിനാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഈ ടോപ്പിക്ക് എടുക്കാൻ ആഗ്രഹിച്ചതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ മാർപ്പാപ്പ, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരായിരുന്നു, എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിത ആദർശം എന്താണെന്ന് സമൂഹം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഇസ്ലാം വിശ്വാസി കടുത്ത ചൂട് അല്ലെങ്കിൽ കടുത്ത തണുപ്പ് കൊണ്ട് പാസ്റ്ററിന്റെ വീടിന്റെ വാതൊക്കെ ചുരുണ്ട് കിടക്കുകയാണെങ്കിൽ പാസ്റ്റർ എന്തെങ്കിലും ചെയ്യുമോ ആ വ്യക്തിക്ക് വേണ്ടി? ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അതല്ലേ നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത്. നല്ല അയൽക്കാരൻ തീർച്ചയായിട്ടും ശത്രുവിനെ സ്നേഹിക്കാനല്ലേ കർത്താവ് പഠിപ്പിച്ചത്? ഒരു കർണത്തടിക്കും മറ്റൊരു കൂടെ കാണിച്ചു കൊടുക്കാനാണോ പഠിപ്പിച്ചത്, അതോ അവനിട്ട് വെട്ടാനാണോ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞത്, അയ്യോ, അതാണോ പഠിപ്പിച്ചത്? അതല്ലല്ലോ പഠിപ്പിച്ചത്. അപ്പോൾ കർത്താവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയായി മാറിപ്പോയി മാർപ്പാപ്പ. അല്ലാതെ വേറെ ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സ്വവർഗരതിക്കാരെ പോലും ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് അവന്റെ അനാട്ടമിക്കൽ പ്രശ്നം അദ്ദേഹത്തിന് അറിയാം, ലോകത്തിനറിയാം. അതായത് സൈക്കോളജി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, കെമിസ്ട്രി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഹ്യൂമൻ ബോഡിയുടെ അതിന്റെ ആ അനാട്ടമിക് നേച്ചർ, പാസ്റ്ററിന്റെ സെക്ഷുവൽ ഇൻസ്റ്റന്റ് അല്ല അടുത്തുള്ള വേറൊരു മനുഷ്യൻ്റെത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. പക്ഷേ അതോടെ അപ്പോൾ ഓരോരുത്തരെയും ദൈവം, ഞാൻ ആരാണ് അവനെ വിധിക്കാനെന്നാണ് ചോദിച്ചത്. മാർപ്പാപ്പ ചോദിച്ചത്, അവനെ വിധിക്കാൻ ഞാൻ ആരുമല്ല, അവന് കരുണ കാണിച്ചു കൊടുക്കുക, അവനെ ചേർത്ത് പിടിക്കുക. അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അബോർഷൻ കേസ് ആയാലും ഒക്കെ കുറച്ച് വിപ്ലവം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ വലിയ വിപ്ലവമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഫെയ്ത്ത് ആൻഡ് മോറൽസിൽ യാതൊരു ഇതും വരുത്തിയിട്ടില്ല. വലിയ സഭയുടെ വിശ്വാസം അതുപോലെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെ കൊണ്ടുപോയ വ്യക്തിയാണ്. സഭയുടെ വിശ്വാസത്തിലല്ല, ചില അച്ഛനെ പറഞ്ഞു വന്ന ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അച്ഛൻ ആ ഓർഡറിൽ തന്നെ പറഞ്ഞു, എനിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. ഓക്കെ. അപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ അദ്ദേഹം ഈ ജനം വെളുത്ത പോക കണ്ടു കഴിയുമ്പോഴേക്കും ജനം ഓടിക്കൂടുമല്ലോ. മാർപ്പാപ്പയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് കത്തോലിക്കര് റോമിലുണ്ടാകും. പല രാജ്യങ്ങളിൽ നിന്ന്, ഈ യൂറോപ്പിലെ 28 രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകും. അപ്പൊ ഈ വെളുത്ത പുകയെ നോക്കി ഇരിക്കുകയാണ് ഒത്തിരി ദിവസങ്ങളായിട്ട്, ചിലപ്പോൾ വെളുത്ത പുകയായിട്ട് നോക്കിയിരിക്കും. അപ്പൊ വെളുത്ത പുക വരുമ്പോഴേക്കും എല്ലാരും കൂടെ ആ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചു കൂടുമ്പോൾ, അല്ലെങ്കിൽ അവിടെ മാർപ്പാപ്പ ചെന്ന് ആശീർവദിക്കും. ഇവരെ ആദ്യമേ ഒരു ആശീർവാദം കൊടുക്കും. അപ്പോൾ ആദ്യമേ മാർപ്പാപ്പ പറഞ്ഞത്, ആശീർവാദം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാർത്ഥനയാണല്ലേ. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ആശീർവാദത്തില്, നിങ്ങൾ ആദ്യം എന്നെ ആശീർവദിക്കൂ. തല കുനിച്ചിട്ട് പറഞ്ഞു, എന്നെ ആശീർവദിക്കൂ. അതിനുശേഷമാണ്, അവരുടെ പ്രാർത്ഥന ചോദിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ അവരെ ആശീർവദിച്ചത്. ഇതാണ് വിപ്ലവം. അതുപോലെ തന്നെ മാർപ്പാപ്പ വത്തിക്കാൻ പാലസ് ഉപയോഗിച്ചില്ല. അവിടുത്തെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലുള്ള റൂമാണ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് മരിക്കുന്നിടം വരെയും. അതുപോലെ മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഒരാള് സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ അവിടെ ലിഫ്റ്റ് കൊണ്ടുപോയി ആക്കുന്നിടം വരെ അദ്ദേഹം കൂടെ നടക്കുമായിരുന്നു. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ, പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിന്റെ അധിപനും അതുപോലെ അവിടുത്തെ അവരെല്ലാരും കൂടെ ശ്രീനാരായണ ഗുരുവിന്റെ ഇതില് സർവമത സമ്മേളനം നടത്താൻ വേണ്ടി വത്തിക്കാനിൽ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എന്റെ വിശ്വാസം എന്റേതാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, അതൊന്നും മാറ്റാനൊന്നും മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ കടന്നു പോകാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കത്തോലിക്ക സഭ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല യൂദാസ് നരകത്തിൽ പോയെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്,
ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് മറ്റുള്ളവരെ വിധിക്കാനൊന്നും അവകാശമില്ല. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുക. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് പോകുന്നു? ഞാൻ എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു, ഞാനത് പ്രഘോഷിക്കുന്നു. ക്രിസ്തുവിലൂടെ അല്ലാതെ ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് പറയാം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ല, അപ്പൊ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിക്കേണ്ടവരെ അങ്ങേയറ്റം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്, തെറ്റ് കണ്ടിട്ടുള്ളവരെ. അതുപോലെ തന്നെ ബാലപീഡ അല്ല കുട്ടികളെ പീഡിപ്പിച്ച അത് ഇത് കർദിനാളാകട്ടെ, അല്ലെങ്കിൽ മെത്രാനാകട്ടെ, അച്ഛനാകട്ടെ, അൽമേനാകട്ടെ, തെറ്റാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ സഭയിലെടുക്കേണ്ട ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ പരിഹാര പ്രവർത്തികൾ അത് മാർപ്പാപ്പ ധൈര്യപൂർവ്വം എടുത്ത വ്യക്തിയാണ്. അല്ലാതെ എല്ലാത്തിനോടും അങ്ങ് കോംപ്രമൈസ് ചെയ്ത് എല്ലാവരുടെയും കയ്യടി മേടിച്ച ഒരു വ്യക്തിയല്ല. എല്ലാവരുടെയും കയ്യടി മേടിച്ചത് സ്നേഹപ്രവർത്തികൾ ചെയ്തതിലൂടെയാണ്. എല്ലാവരുടെയും കയ്യടി മേടിച്ചത്. മുസ്ലിംസ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അറബി രാജ്യങ്ങളിൽ തന്നെ 16 അറബി രാജ്യങ്ങളിൽ എങ്ങാണ്ട് പോയി കഴിഞ്ഞു, ഇല്ലേ? അത്രയും അറബി രാജ്യങ്ങളിലെല്ലാം ചെന്ന് അവരുമായിട്ട് എല്ലാം സൗഹൃദമാണ്. അല്ലാതെ എന്നാ പിന്നെ ഇസ്ലാമാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം തന്റെ വിശ്വാസം ജീവിച്ചു കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട പാസ്റ്റർ, നമ്മൾ നമ്മുടെ വിശ്വാസം ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ അനുകരിക്കുന്നത്, ശരിയല്ലേ? മറ്റുള്ളവർ നമ്മളെ കാണുന്നത്. ഞാനിപ്പോ ഞങ്ങളുടെ സഭയിലെ ചില വൃത്തികേടുകൾ ഞാൻ വിളിച്ചു പറയാറുണ്ട്. കാരണം ഞാനത് പറയും, എനിക്കൊരു പ്രോഫറ്റിക് റോളുണ്ട്. ഞാൻ ജീവിക്കുന്നത് ലളിതമായിട്ടാണ് എങ്കിൽ, ആർഭാടത്തിൽ ഒരു അച്ഛൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ എനിക്ക് സാധിക്കും. 25-30 ലക്ഷം രൂപ വിലയുള്ള ക്രിസ്റ്റ ഇന്നോവ മേടിച്ച് അതിലെ നടന്നിട്ട് എന്ത് കാര്യം? ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 3000 സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പാഞ്ചാലി മേട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലഗേജ് എടുക്കേണ്ടപ്പോൾ 24 വർഷം പഴക്കമുള്ള ഒരു മാരുതി 800 ആണ്. അത് ലഗേജ് ഉള്ളപ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബസ്സിനെ പോകത്തുള്ളൂ. അപ്പോൾ എന്റെ അധികാരികളിൽ ചിലർ ഇങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഞാൻ പറയും, ഷൈനിമാര് മരിച്ചുപോയ ആ ഷൈനിമാരുടെ പണമാണിത് എന്ന് പറയും. സന്യാസത്തിന്റെ ഞങ്ങളുടെ സന്യാസത്തിന്റെ കോർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലൈഫാണ്. ആ സിമ്പിൾ ലൈഫ് നയിക്കാത്ത വ്യക്തികളെ തെറ്റാണ് എന്ന് പറയും. ഒരു മനുഷ്യൻ, ഒരു പക്ഷേ നമുക്കറിയത്തില്ല ഓരോ മനുഷ്യന്റെയും അനാട്ടമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ ഒക്കെ ഒരു മനുഷ്യൻ ലൈംഗികമായിട്ടൊക്കെ വീണ് പോകാം. അതൊരു ഹ്യൂമൻ ഫ്രാജിലിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യ ബലഹീനതയാന്ന് പറയാം. പക്ഷെ എനിക്കും പാസ്റ്ററിനും ക്രിസ്തു ജീവിച്ച ദാരിദ്ര്യം ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. യോജിക്കുന്നോ? യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞാനും പാസ്റ്ററും ക്രിസ്തുവിന്റെ വക്താവാണ്, ക്രിസ്തുവിന്റെ ദാസനാണ് എങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കും. ഞാൻ ഇതൊന്നും പറയുന്നതല്ല. ഞാനിപ്പം ഞങ്ങളുടെ ഈ ക്രിസ്തുമതം ഏറ്റവും കൂടുതൽ വളരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. 54 ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അവിടെ സ്കൂളില്ലാഞ്ഞിട്ട് ഞാൻ ഒരു 4 ലക്ഷം രൂപയോളം ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് അയച്ചു കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓരോ ലക്ഷം ഒരു ക്ലാസ് റൂം, വലിയൊരു ക്ലാസ് റൂം പണിയുന്നതിന് വേണ്ടി. ആ പിള്ളേർക്ക് സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പലരോട് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങള്, ഒരു നമ്മളൊരു 10 ഭവനങ്ങൾ സന്ദർശിച്ചിട്ട് ഈ വചനമാണോ, ആ വചനം പറയണം, വചനം മാംസമായിട്ട് അവതരിക്കണം. എനിക്കറിയാം ഒരു മനുഷ്യൻ ഈ പോളണ്ടില് ഇത് തന്നെയാണ് മാർപ്പാപ്പ ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ജീവിച്ച് കാണിച്ചു കൊടുത്തു ക്രിസ്തുവിന്റെ ജീവിതം. എനിക്കറിയാം ഇവിടെ ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് അവൻ കള്ളും കുടിച്ച് ബഹളവും ഉണ്ടാക്കി ഇതിലെ ജോലിയും ചെയ്യാതെ ഇതിലെ നടന്ന് പിന്നെ പോലീസ് പിടിച്ചിട്ട് അവനെ കയറ്റി അയക്കണം. എത്ര ദിവസം അല്ലെ ജയിലിൽ പിടിച്ചിടും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ കളക്ട് ചെയ്ത് പിള്ളേരെ കൊണ്ട് 100-400 പിള്ളേരുണ്ട് എനിക്കിവിടെ. പൈസ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊടുത്തു. അന്നേരം എന്താ വീടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ
വീടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല. ജപ്തി കയറി ഇങ്ങോട്ട് പോരാൻ നേരത്ത് അതെല്ലാം വെച്ച് വീട് പണിത് ഏതാണ്ട് ചെറിയ വീടൊക്കെ ഒന്ന് പണിത് അത് ജപ്തി കയറി നശിച്ചു പോയി. പിന്നെ ആ സ്ത്രീ 8,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആ സ്ത്രീ ആണ് ആ കുടുംബം നടത്തുന്നത്. 5,000 രൂപയ്ക്കും കുടുംബം നടത്താം. 3 പിള്ളേരുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മൂത്ത കൊച്ച്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ കുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ സ്ത്രീ എന്നോട് പറയാണ്, അച്ഛാ പൈസ ഇല്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇല്ലാത്തതുപോലെ ജീവിക്കുന്നു. 6,000 രൂപയ്ക്ക് ഒരു 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 മാസത്തില് ഒരു ഗ്യാസ് കുറ്റി മേടിക്കണം. അത്യാവശ്യമല്ലേ ഗ്യാസ് കുറ്റി ഇന്ന് നമ്മുടെ നാട്ടില്? പിന്നെന്താ വേണ്ടേ? 3,000 രൂപയ്ക്ക് ഫോൺ ചാർജ്, 300 രൂപയ്ക്ക് ഫോൺ ചാർജ് ചെയ്യണം. പിന്നെ കറണ്ട് ചാർജ് അടയ്ക്കണം 10-500 രൂപ. 2 മാസം കൂടുമ്പോ 600 രൂപയാണ്ട് BPL കാർഡാണെന്ന് തോന്നുന്നു. അവർ 5,000 രൂപയ്ക്ക് ജീവിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് മാർപ്പാപ്പയും ചെയ്തത്. വളരെ സുഖലോലുപതയിലല്ല, സുഭിക്ഷതയിലല്ല, പിന്നെയോ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. അതാണ് മാർപ്പാപ്പയുടെ യൂണിക്ക്നെസ്. അത് ഏത് ബിഷപ്പിനും ജീവിക്കാവുന്നേ. അത് ഏത് ബിഷപ്പിന് ഈ 30 ലക്ഷം രൂപയുടെ വണ്ടിയെ കയറാതെ 6 ലക്ഷം രൂപയുടെ മാഗ്നറ്റ് അല്ലെങ്കിൽ നിസാന്റെ വണ്ടിയൊക്കെ ഉണ്ട്. അതും 10-30 വർഷം ഓടുന്നുണ്ട്. ഇതേ 30 ലക്ഷം രൂപയുടെ വണ്ടിയെ കയറി എന്ത് സുഖമാണ് കിട്ടുന്നത്? അല്ല, എന്ത് സുഖമാണ് കിട്ടുന്നത്? പാസ്റ്റർ എന്ന് പറഞ്ഞേ. ഇങ്ങനെ പറയുമ്പോഴാണ് കത്തോലിക്ക സഭയിലെ വൈദികരൊക്കെ വളരെ ആർഭാടത്തിൽ ജീവിക്കുന്നവരും ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരും വലിയ വലിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരും എന്നൊക്കെയാണ് എൻ്റെ ഒക്കെ ഒരു ചിന്താഗതി. അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അച്ഛനിപ്പോ പറഞ്ഞത്. അച്ഛനിപ്പോ പോളണ്ടിൽ താമസിക്കുന്നു. 400 കുട്ടികൾ അച്ഛന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അച്ഛന് വേണമെങ്കിൽ എത്രയോ ലാഭിഷായിട്ട് ജീവിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ അച്ഛൻ പറയുന്നത് ഞാൻ ബസ്സിനാണ് പോകുന്നത് പറയുമ്പം ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടുന്ന് വാരണാസി വരെ പോകണമെങ്കിൽ ഞാൻ അത്യാവശ്യം ഒരു വാഹനത്തിലാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ പൊടിയും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റു കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് അതുപോലെ പൊടി അതുപോലെ അച്ഛനൊക്കെ ജീവിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, പാസ്റ്റർ അങ്ങനെ ഇപ്പൊ ഞാനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു AC ബസ് ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും. നമുക്ക് തിരിച്ചു വന്ന് സ്കൂള് നടത്തേണ്ടതാണ്. AC ബസ് പിടിച്ചെന്നിരിക്കും. AC ബസ് ആണോ ലാഭം അതോ വണ്ടിക്ക് പോകുന്നതാണോ ലാഭം എന്ന് നമ്മൾ നോക്കണം. തുറന്ന വണ്ടിക്ക് നമുക്ക് ഒരു 10 കിലോമീറ്റർ ഒക്കെ പോകാം. 10 കിലോമീറ്റർ നമുക്ക് ഈ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഒരു തുറന്ന വണ്ടിക്ക് നമുക്ക് പോകാം. ഇല്ല, പാസ്റ്റർ ഇപ്പൊ സ്കൂൾ നടത്തുന്നുണ്ട് എങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ പോയിട്ട് വരികയാണെങ്കിൽ പാസ്റ്റർ ചിലപ്പം 10,000 രൂപ കൊണ്ട് അവിടെ കൊടുക്കേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. എല്ലാം അതിൻ്റെതായ വിവേകം. സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആവശ്യമുണ്ടോ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് പ്ലെയിനെ കയറാൻ മേലാഴിയുണ്ടോ? അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ ചൈതന്യം എൻ്റെ ബ്ലഡിലുണ്ടോ, എൻ്റെ രക്തത്തിലുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ക്രിസ്തുവിന്റെ ചൈതന്യം എൻ്റെ രക്തത്തിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പ അല്ലാതെ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയല്ല. ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത വ്യക്തിയല്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ മാർപ്പാപ്പയുടെ ഒക്കെ വലിയ വലിയ ചിന്തകളുണ്ട്. മാർപ്പാപ്പ പലപ്പോഴും ഒരു നല്ല മനുഷ്യൻ ഒരു വിശ്വാസി ആയിരിക്കണമെന്നില്ല, ഒരു വിശ്വാസി നല്ല മനുഷ്യനാകണമെന്നുമില്ല. കപടത കൊണ്ട് നടക്കുന്ന വിശ്വാസികളുണ്ട്. ശരിയാ പറഞ്ഞത്. മാർപ്പാപ്പ പറഞ്ഞതാണ്. അതുപോലെ ട്രംപിനോട് പറഞ്ഞത് നമ്മൾ മതിലല്ല കെട്ടേണ്ടത്, പാലം പണിയുക ചെയ്യേണ്ടത്. മതിലല്ല കെട്ടേണ്ടത്, പാലം പണിയുക ചെയ്യേണ്ടത്. മാർപ്പാപ്പ ആയ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? പിറ്റേ ആഴ്ചയില്, അതായത് ഇറ്റലിയിലേക്ക് വേറെ മൊറോക്കോ ഇവിടുന്നൊക്കെ ഈ മുസ്ലിം കൺട്രീസിൽ നിന്ന് യുഗോസ്ലാവിയക്ക് അവിടുന്നൊക്കെ ഈ സിറിയയിൽ നിന്നുമൊക്കെ ഈ ബോട്ട് വഴി ആളുകള് ദ്വീപിലേക്ക് കയറും. ഇറ്റലിയിൽ ഒരുപാട് ദ്വീപുണ്ടല്ലോ, മാൾട്ടയിലൊക്കെ. അപ്പൊ ഇറ്റലിയുടെ റോമിന്റെ അടുത്തുള്ള ദ്വീപിലേക്ക് ഒരു ദ്വീപ്, അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, സോറി. അപ്പൊ ആ ദ്വീപിലേക്ക് ഒരുപാട് ആളുകൾ വന്നു, ഒരുപാട് ആളുകൾ മരിച്ചു.
കടലിൽ അയ്യോ ബോട്ട് മറിഞ്ഞും അല്ലെ മറിച്ചതും ഒക്കെ ആയിട്ട് കുറെ ആളുകൾ മരിച്ചു, കുറച്ച് പേര് തീരത്ത് കയറി. അങ്ങനെയുള്ള ആ റെഫ്യൂജി ക്യാമ്പിലേക്കാണ് മാർപ്പാപ്പ ചെന്നത്, ആദ്യമായിട്ട് സന്ദർശനം നടത്തിയത്. മുസ്ലിംസിന്റെ ആ റെഫ്യൂജി ക്യാമ്പിലേക്കാണ്. അല്ലാതെ മുസ്ലിംസ് അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള എന്താ പറയുന്നത് ഈ ഭീകര പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ അത് രാജ്യം നോക്കണം. അവരെ അതിന് പിടിക്കണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിടിച്ച് അതിൻ്റെതായ ശിക്ഷ, അതിൻ്റെതായ പരിഹാര മാർഗങ്ങളുണ്ട്. ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പിടിച്ച് നമുക്ക് ഇപ്പൊ അതാണ് നമ്മുടെ കൺസെപ്റ്റുകൾ മാറണം എന്ന് പറയുന്നത്. ഭീകരപ്രവർത്തകരാണെങ്കിൽ അവരെ പിടിച്ച് കൺവേർട്ട് ചെയ്യണം, ജോലിയുടെ കരിങ്കല്ലി ഓർപ്പിക്കണം. ഞങ്ങളുടെ സന്യാസ സഭയിലും ഉണ്ട് ഇതുപോലുള്ള ശിക്ഷാ നിയമങ്ങളൊക്കെ. തെറ്റ് ചെയ്യുന്നവര് തെറ്റ് ചെയ്താൽ ഈ ശിക്ഷാ നിയമങ്ങൾ, ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, പരിഹാരം ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ അവനെ കൊല്ലണം, അവനെ കൊന്നേക്കുക എന്നുള്ള ചിന്ത ക്രിസ്തീയമല്ല. അവനെ കൊല്ലുക എന്നുള്ള ചിന്ത ക്രിസ്തീയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് മാർപ്പാപ്പ വളരെ ഞാൻ പറഞ്ഞില്ലേ, റോമിന് പുറത്ത് ഒരു മെത്രാനെയും കൂട്ടിപ്പോയി തണുത്ത് കടന്നിരുന്ന മനുഷ്യർക്ക് പുതപ്പ് കൊടുത്തു, പുതപ്പ് എടുത്തു കൊടുക്കുന്നു. അതുപോലെ തന്റെ ലോക തയ്ച്ച തയ്യൽക്കാരന്റെ അടുക്ക പോയി കുശലം പറയുന്നു. അവർക്കൊന്നും ചിന്തിക്കാൻ പോലും മേലാത്ത കാര്യമാണ്. പിന്നെ ഈ സിസ്ഗാർഡ് എന്ന് പറയും മാർപ്പാപ്പയ്ക്ക്. പണ്ട് മാർപ്പാപ്പ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ പണ്ട്. അപ്പം പേപ്പൽ സൈന്യം വരെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നല്ലോ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർപ്പാപ്പയ്ക്ക് ഇന്നൊരു ആലങ്കാരിക ഒരു ഇതായിട്ട് മാർപ്പാപ്പയെ സംരക്ഷിക്കാൻ സിസ്ഗാർഡ് ഉണ്ട്. അപ്പൊ മാർപ്പാപ്പയുടെ റൂമിന്റെ വാതിക്കൽ അപ്പം മാർപ്പാപ്പ ചെന്ന ഒരു കസാര എടുത്തിട്ട് ഇവിടെ ഇരുത്തോളാൻ പറഞ്ഞു. അത് അതൊരു ആലങ്കാരിക ഇതാണ്, ഒരു സിംബോളിക് ഇതാണ്. അപ്പൊ അവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഇരിക്കത്തില്ലെങ്കിൽ അധികാരിയാ പറയുന്നത് ഇരിക്കാൻ പറഞ്ഞു, അല്ലെ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു. ഇതാണ് വിപ്ലവം, ഇതാണ് ക്രിസ്തുവിന്റെ വിപ്ലവം. അതുപോലെ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരന്റെ അവന് അവിടെ കല്യാണം ഉണ്ടായിരുന്നു. മാർപ്പാപ്പ അറിഞ്ഞില്ല, മാർപ്പാപ്പയോട് ആരും പറഞ്ഞില്ല. മാർപ്പാപ്പ അവന്റെ ആ കല്യാണത്തിന് ഒരു സാധാരണക്കാരൻ ചെല്ലുന്നത് പോലെ കയറി ചെന്നു. വിപ്ലവം, ഇതാണ് വിപ്ലവം. അതുപോലെ മാർപ്പാപ്പ ആയി കഴിഞ്ഞപ്പം സ്ത്രീകൾക്ക് കത്തോലിക്ക സഭയിൽ ഒരുപാട് സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തു. ആദ്യമേ തന്നെ സ്ത്രീകളുടെ ജയിലിൽ പോയി മുസ്ലിം സ്ത്രീകളുടെ കാല് കഴുകി, ഈ വർഷവും കഴുകി. ഈ അദ്ദേഹം ഇത്രയും 36 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് തിരിച്ചു വന്നത് ഞാൻ പാസ്റ്റർ എങ്ങനെ ചിന്തിച്ചാലും ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു വലിയ അടയാളമായിരുന്നു എന്നുള്ളതാണ്. ഈ 3 ദിവസം വന്ന് 3 ദിവസം എല്ലാ ശുശ്രൂഷകൾക്കും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ കാല് ആളുകൾ പൊക്കത്തിൽ വലിയ പീഡ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് കുനിയാനൊന്നും മേലായിരുന്നു. അങ്ങനെ അദ്ദേഹം കാല് കഴുകി ജയിലിൽ ചെന്ന് മുസ്ലിം സ്ത്രീകളെ ഉൾപ്പെടെ കാല് കഴുകി. വിപ്ലവം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കത്തോലിക്ക സഭയിൽ ഇന്ന് പല വലിയ വത്തിക്കാനിലെ വലിയ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് സ്ത്രീകളുണ്ട്. സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്തു. സിനഡില് നല്ലൊരു ഭാഗം സ്ത്രീകളെ കൊണ്ടുവന്നു. വോട്ടിങ്ങോടുകൂടി ചെയ്യാവുന്നിടത്തെല്ലാം എന്ന് പറഞ്ഞ പൗരോഹിത്യം അത് ക്രിസ്തു പുരുഷന്മാരെ ആ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്നു. അത് നാളെ മാറാൻ മേലഴിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് അത് ഡിബേറ്റബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസ സത്യമൊന്നുമല്ല, എങ്കിലും അത് ഡിബേറ്റബിൾ ആണ്. പക്ഷെ ആ പാരമ്പര്യം, ചില പാരമ്പര്യമൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ വിപ്ലവമല്ല, ആവശ്യമുള്ളിടത്ത് വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാർപ്പാപ്പ. അല്ലാതെ മാർപ്പാപ്പ വലിയ ഭയങ്കര കാര്യം ക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ മാർപ്പാപ്പയും ചെയ്തിട്ടുള്ളൂ. ക്രിസ്തു ചെയ്ത കാര്യങ്ങള് ഇന്നത്തെ ഈ അത്യന്താധുനികതയിൽ ജീവിക്കുന്ന നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴേ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു റാണി മരിയ നമ്മുടെ മധ്യപ്രദേശിലല്ലേ, ജന്മികളുടെ അടുക്ക പോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ചത് കൊണ്ട് അവൾക്ക് അവളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. എത്ര പാസ്റ്റർമാര് ജയിലിലുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാര്, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇവിടെയൊന്നും നമ്മള് അതുകൊണ്ട് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇവരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തണമെന്നാണോ പറയേണ്ടത്? അല്ല, അവരെ ശത്രുക്കളായിട്ടല്ല കാണേണ്ടത്.
ആരെയും ശത്രുക്കളായിട്ട് കാണണ്ട. എല്ലാവരോടും കൺഫ്രണ്ട് ചെയ്യണം. യോജിക്കേണ്ടടുത്ത് യോജിക്കണം, വിയോജിക്കേണ്ടടുത്ത് വിയോജിക്കണം. ഇതാണ് മാർപ്പാപ്പ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു ക്രിസ്തു അല്ലെ മറ്റൊരു ഫ്രാൻസിസ് അസീസി, അദ്ദേഹം ആദ്യമായിട്ടാണ് മാർപ്പാപ്പമാര് 266 മാർപ്പാപ്പമാരുണ്ടായതിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേര് തെരഞ്ഞെടുത്തത്. കാരണം കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്നത് മറ്റൊരു ക്രിസ്തു എന്ന് പറയുന്നത് ഈ ഫ്രാൻസിസ് അസീസിയാണ്. അപ്പോൾ ആ പേരിൽ തന്നെ, ആ പേരോടുകൂടി തന്നെ ഒരു വിപ്ലവമാണ്. അപ്പോൾ അപ്പോൾ മാർപ്പാപ്പ കൊണ്ടുവന്ന ആ വലിയ ഒന്നും വലിയ കാര്യമായിട്ടല്ല. ലോക തയ്ക്കുന്നവന്റെ അടുക്ക പോയി കുശലം പറയുന്നത് ആരെങ്കിലും ചെയ്യൂ? ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇന്നലെ വരെ കണ്ടത് എന്ന് പറഞ്ഞ് മറ്റ് മാർപ്പാപ്പമാര് അയ്യോ, പ്രത്യേകിച്ച് ഒരു വത്തിക്കാൻ കൗൺസിൽ മുതൽ ഇങ്ങോട്ട് വരുന്ന മാർപ്പാപ്പമാര് എല്ലാവരും മാനുഷിക മുഖമുള്ളവർ തന്നെയാണ്. പണ്ടൊക്കെ ദൈവത്തിന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ വേറെന്തൊക്കെയോ ഉള്ള ചിന്തകൾ അവർക്കുണ്ടായിരുന്നു. ഇന്ന് പാദങ്ങൾ കഴുകുന്നവനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ വിപ്ലവം. പിന്നെ ചോദിക്കാനോട്ടെ പറഞ്ഞു, ഞാൻ വളരെ കൃത്യമായിട്ട് വ്യക്തി, ഏറ്റവും ആർഭാടമായി ജീവിക്കാവുന്ന വ്യക്തി, മാർപ്പാപ്പയുടെ സെക്യൂരിറ്റി ഒക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ ഇത്രയും ഒരു വലിയ മനുഷ്യൻ ഒരു നല്ല സമീപനം സ്വീകരിക്കാൻ അതൊരു ദൈവീകതയാണ്. അല്ലെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. അല്ല, പാസ്റ്ററിന് വേറൊരു കാര്യം അറിയാം. ഇപ്പൊ ഇന്ന് ഈ ലോകത്ത് ഇസ്ലാം രാജ്യങ്ങളിൽ നടക്കുന്ന വിപ്ലവവും അവിടെ ഉണ്ടാകുന്ന കൺവേർഷനും ഒക്കെ പാസ്റ്റർ അറിയുന്നുണ്ടോ? ഒരുപാട് സംഭവം. ഇറാനിൽ പോലും എന്തുമാത്രം ആളുകളാ ക്രിസ്ത്യാനികളാകുന്നതെന്നറിയോ? ഞാൻ മതം പറയുകയല്ല, മതഭ്രാന്തി പറയുകയല്ല. കാരണം ഇതുപോലുള്ള ഇത് വരുമ്പോൾ ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഈ അടിച്ചമർത്താനൊന്നും അധികം നാള് സാധിക്കത്തില്ല. മതം ഉപയോഗിച്ചൊന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ട്. ഞാൻ ഈയിടെ ഒരു മുസ്ലിം കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അത് ഏതാണ്ട് 1 മാസം കൊണ്ട് ഇപ്പം 90,000 പേര് കേട്ട് കഴിഞ്ഞു. കുറേ കുറെ സഭയുടെ ചരിത്രവും മുസ്ലിംസിന്റെ ചരിത്രവും അല്ല ഇതെല്ലാം വെച്ച് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മള് ഒരാളെ ശത്രുവായി കണ്ടുകൊണ്ടല്ല അവനെ മാനസാന്തരപ്പെടുത്തേണ്ടത്, അവന്റെ പാദം കഴുകിക്കൊണ്ട്. അത് ഇപ്പം ശരിക്കും പറഞ്ഞ ഈ ജനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധി എന്നുള്ള, ക്രിസ്തു പഠിപ്പിച്ചത് പാലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പല ആളുകൾ ചോദിക്കുകയല്ലേ, നിങ്ങൾ എന്ത് മോട്ടിവേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രചോദനം എന്താണ് ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ? അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു ചരിത്രം പറയണം എന്ന് പറഞ്ഞ പോലെ ഈ മാർപ്പാപ്പ ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുകരിക്കും. അതുപോലെ അങ്ങനെ വരുമ്പോ ആളുകൾ ക്രിസ്തുവിലേക്ക് അടുക്കാൻ ഒരു മുഖാന്തരമായി തീരുന്ന ഞാൻ ഈ പറഞ്ഞു വന്നേ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹം വിൽപ്പത്രം വരെ എഴുതി വെച്ചിരിക്കുകയാണ്. വിൽപ്പത്രം പറഞ്ഞിരിക്കുന്നത് സാധാരണ രീതിയിൽ വലിയൊരു മഞ്ചത്തിനകത്ത് ഇങ്ങനെ വലിയ പൊക്കി അദ്ദേഹത്തെ വെക്കും. സാധാരണ ആളുകളെ അടക്കുന്നത് പോലെ തന്നെ പെട്ടിക്കകത്ത് വെച്ചാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വത്തിക്കാൻ പാലസിന്റെ താഴെയുള്ള വലിയ ആ സിമിട്രിയിൽ വേണ്ട എല്ലാ മാർപ്പാപ്പമാർക്കും കൊടുത്തിരിക്കുന്നത് പോലുള്ള സ്പെഷ്യൽ സ്ഥലം വേണ്ട. പിന്നെയോ അടുത്തുള്ള
സെന്റ് മേരീസ് മറ്റ് ആ പള്ളിയിൽ എന്നെ അടയ്ക്കുക. മാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെ ആ പള്ളിയിൽ സാധാരണക്കാരനെ അടക്കുന്നത് പോലുള്ള ഒരു പെട്ടിയിൽ എന്നെ ആക്കി അടയ്ക്കാ മതി എന്ന് പറഞ്ഞത്. അതായിരുന്നു വിപ്ലവം. യോടുള്ള ഒരു സമീപനത്തെ കുറിച്ച് വലിയൊരു ചർച്ചാ വിഷയമായതാ. പൊതുവെ വലിയൊരു വിമർശനം അതിൻ്റെ അകത്ത് നേരിട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അച്ഛൻ എന്താ വിഷയത്തെ കുറിച്ച് പറയാനുള്ള? അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുകയാണോ, അതോ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാണോ, അവരെ ഒരിക്കലും ചേർത്ത് പാടില്ല. നിർത്തുവാണോ? ഇന്ന് ക്രിസ്തു ആയിരുന്നെങ്കിൽ മാറ്റി നിർത്തുവോ? ക്രിസ്തു മാറ്റി നിർത്തുവോ? ക്രിസ്തു പറഞ്ഞു, മോളെ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. LGBT നിൽക്കട്ടെ, 6നെ കുറിച്ചുള്ള ക്രിസ്തു അത് പറഞ്ഞപ്പോഴും വീണ്ടും ക്രിസ്തു പറയുന്ന ഒരു 70 പ്രാവശ്യം നിങ്ങൾ ചെയ്താലും, നിങ്ങൾ പാപം ചെയ്താലും ഒന്ന് മനസ്തവിച്ചാൽ ആ സമയത്ത് നിന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല ദൈവത്തിന് മറക്കാനും സാധിക്കും. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള വലിയൊരു അപരാധം എനിക്ക് ഒരിക്കലും, ഞാൻ കോൺഷ്യസ് ആയിരിക്കുന്നിടത്തോളം കാലം എത്ര കുമ്പസാരിച്ചെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. ദൈവം അത് ക്ഷമിക്കുകയും അവിടുന്ന് അത് എന്നേക്കുമായിട്ട് മറക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിനെ കൊണ്ടുവരൂ. ഇന്ന് ക്രിസ്തുവിനെ കൊണ്ടുവരൂ. ഈ ആധുനിക യുഗത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരൂ. അല്ലാതെ പഴയ നിയമത്തില് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്? ശരിയല്ലേ? നോയയുടെ കൂടെ കയറി കിടന്നില്ലേ മക്കള്? നോഹയുടെ കൂടെ കയറി കിടന്നില്ലേ മക്കള്? അങ്ങനെ പിള്ളേരുണ്ടായില്ലേ? ലോത്തിന്റെ കൂടെ, സോറി, നോഹൻ പോട്ടെ, ലോത്തിന്റെ കൂടെ കയറി കിടന്നില്ലേ? എന്തല്ല ഞാൻ പറയുന്ന അതെല്ലാം അത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കണം. അവൻ ക്രിസ്തുവിന്റെ വിപ്ലവം, ക്രിസ്തു കാണിച്ച ആ വിപ്ലവം ഇന്നും നമുക്ക് തുടരാം. ഞാൻ പറഞ്ഞല്ലേ, ഞാനിപ്പോ ആ സ്ത്രീയുടെ ഇവിടെ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു സഹോദരി ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഞാന് ഇറച്ചി വെട്ടിക്കൊണ്ട് എന്നിട്ട് അല്ല അതുപോലെ വേറെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് 10, 500, 600 രൂപ മേടിച്ചു കൊണ്ട്, അതുകൊണ്ടാണ് 2, 3, 4 പിള്ളേരെ വളർത്തണം. ഭർത്താവ് അങ്ങേറ്റത്തെ കുടിയൻ, സിഗരറ്റ് വലിച്ചിട്ട് സിഗരറ്റ് കൊണ്ട് ഉറങ്ങാൻ വരുമ്പോഴേക്കും കുത്തുകയാണ്. സാഡിസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് രാത്രി ഉറങ്ങി കഴിയുമ്പോഴേക്കും അയാൾ എഴുന്നേച്ച് മൂത്രമൊഴിച്ച് വെക്കുക ആ സ്ത്രീയുടെ ദേഹത്ത്. ഇതുപോലെ അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഞാനത് അറിഞ്ഞ് കഥയൊക്കെ കേട്ട് ആ സ്ത്രീയെ മാൾട്ടയെ കൊണ്ടുവന്നിട്ട് ഇറ്റലിയിൽ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒക്കെ അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനവും കൊടുക്കുകയും ചെയ്യാവുന്ന നന്മകളെല്ലാം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരാളൊന്നുമല്ല ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള അയൽക്കാരോട് ഞാൻ ചെയ്തിട്ടുണ്ട്, പാസ്റ്ററും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഒന്നും ദൈവം ഉയർത്താറായിട്ടില്ല. അദ്ദേഹത്തെ ഉയർത്തി. കരിങ്കൽ മടയിൽ കിടന്ന് പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഈ പോളണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോൺ പോളിനെ രണ്ടാമനെ പിടിച്ച് മെത്രാനാക്കി, കർദിനാളാക്കി, മാർപ്പാപ്പയാക്കി. അതുപോലെ ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്തു നിന്ന് ഒരാള് മാർപ്പാപ്പയായിരിക്കുന്നത്. ഇനി ആഫ്രിക്കയിൽ നിന്നുണ്ടാകാം, ഏഷ്യയിൽ നിന്നുണ്ടാകാം എന്നൊക്കെയാണ് ഇപ്പോഴത്തെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പ്രവചിക്കുന്നത്, ഓരോരുത്തർ പറയുന്നത്. അല്ല, പൊതുവെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഹൈ റേഞ്ചുകാരായി ഇടുക്കി. അപ്പൊ പൊതുവെ ഞങ്ങളുടെ ആ മടക്കിലൊക്കെ വന്ന് പള്ളികളൊക്കെ സ്ഥാപിക്കുകയും പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തവരാ. ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് മാങ്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാങ്കുളവും പിന്നെ വേറൊരെണ്ണം അടുത്ത് തന്നെയുള്ളതുണ്ട്. മാങ്കുളവും അതിന്റെ അടുത്ത് തന്നെയുള്ള ആനക്കുളവും. അതോട് ചേർന്നൊരു പള്ളിക്കൂടം ഉണ്ടാവുകയും ചെയ്തു. ആ പള്ളിക്കൂടമാണ് ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങളെ എല്ലാം ഉന്നമനത്തിൽ എത്തിച്ചത്. അങ്ങനെ ഒരു സ്കൂൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടെയുള്ള കുട്ടികൾ ഒരു വിദ്യാഭ്യാസം ചെയ്യുകയില്ലായിരുന്നു. അപ്പൊ മാങ്കുളത്തെ സെന്റ് മേരീസ് സ്കൂൾ എന്ന് പറയുന്നത്, അവിടെ എന്റെ ഭാര്യയൊക്കെ അവിടെ പഠിച്ചതാണ്. പ്രീ ഡിഗ്രി പുള്ളിക്കാരി പഠിച്ച് അവിടെ ഇപ്പൊ വിളിപ്പിരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇവര് പറഞ്ഞുള്ള അറിവാണ്. അന്ന് അങ്ങനെ ഒരു സ്കൂൾ അവിടെ എങ്കിൽ, കാരണം ഇവര് അവിടെ നിന്ന് കുറെ ദൂരം അപ്പുറം താമസിക്കുന്ന അവിടെ ഒരു സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെ.
അവിടുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ അവര് 8 കിലോമീറ്റർ നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എവിടെ അവിടെ ആ സ്കൂൾ ഇല്ലെങ്കിൽ പിന്നെ വരേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ മേഖലയുണ്ട്, നക്സൽ ബെൽറ്റ് ഏരിയ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്കെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവന്മാര് പിടിച്ച് നമ്മളെ തുണിയെല്ലാം ഊരിക്കളഞ്ഞ് നമ്മുടെ പേഴ്സും എല്ലാം പിടിച്ച് പറിച്ച് മേടിച്ച് പറഞ്ഞു വിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. പക്ഷേ ഇവിടെ ഈ നൗഗട്ട് എന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇത് മുഴുവൻ ഈ നക്സൽ ബെൽറ്റ് ഏരിയ ആണ്, ഒരു ദിവസം കാണാൻ പോവുക. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു പ്രധാനമായിട്ടാ പോകുന്നത്. പ്രധാൻ പറഞ്ഞു കയ്യിലൊരു തോക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഒരു തോക്കും ഒക്കെ എടുത്തോണ്ടാ പോകുന്നത്. എന്നെ കാണിഞ്ഞ ഇങ്ങനെ ഞങ്ങൾ പോയപ്പോ ഞാൻ നോക്കുമ്പോ അവിടെ ഒരു കത്തോലിക്ക പള്ളി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എടാ ഈ വനത്തിന്റെ അകത്ത് എങ്ങനെയാണ് ഈ കത്തോലിക്ക പള്ളി വന്നത്? ഞാൻ അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ സംഗതി എനിക്ക് മനസ്സിലായി, ഇതൊരു കത്തോലിക്ക പള്ളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏത് മലമൂട്ടിലും മേഖലകളിലും കത്തോലിക്ക സഭ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയാണല്ലോ അവിടെ എത്തും. അവിടെ ഒരു പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം ഉണ്ടാവും. പിന്നെ ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിധവമാർക്കോ പഠിക്കാൻ സഭയുടെ രക്ഷപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഈ കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കി കാണുന്നത്. അത് അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വൈഫ് പഠനം കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് ജോലി കൊടുക്കുന്നത്. അന്ന് പാർട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോന്നേ. അന്നേരം ഇപ്പോൾ ആ കുടുംബം കഴിഞ്ഞത് അന്ന് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാ ഗവൺമെന്റ് സെലക്ഷനിലൊക്കെ കിട്ടിയതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ചില വേദികളില്. അപ്പോൾ അപ്പൊ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഉത്തമ ക്രൈസ്തവനാണ് എങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. മാർപ്പാപ്പ ചെയ്ത വലിയൊരു സാക്ഷ്യമാണ്. എല്ലാവർക്കും, എല്ലാ മനുഷ്യനും ഇത് സാധിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനൊന്നും അർത്ഥമില്ല. മാർപ്പാപ്പ ഈ പ്രകൃതിയെ സ്നേഹിച്ച്, ഈ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടുകാരനെ, സൂര്യനെ സഹോദരൻ, ചന്ദ്രനെ സഹോദരി, അതുപോലെ തന്നെ മീനുമായിട്ട് സംസാരിക്കുമായിരുന്നു, ആടുമായിട്ട് ചെന്നായിയായിട്ട് സംസാരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രകൃതിയായിട്ടുള്ള ഇതുണ്ട്. അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങളിലെല്ലാം എല്ലാ വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാത്തിനോടും വളരെ പോസിറ്റീവ്. നമ്മുടെ ട്രംപിന്റെ ഒക്കെ ചിന്താഗതിയുണ്ട്, ഉക്രൈൻ പിടിച്ചെടുത്തിട്ട് ഡ്രില്ല് ചെയ്യുക. എത്രമാത്രം കുഴിക്കാവോ അത്രമാത്രം കുഴിച്ചോണ്ട് പോരുക. ഉക്രൈൻ പിടിച്ചെടുത്തിട്ട് അതന്നെ ഉദ്ദേശം, ലക്ഷ്യമൊക്കെ അത് തന്നെ. നമ്മൾ കണ്ടതല്ലേ കാര്യങ്ങള്. അപ്പോൾ ഞാനും ബ്രദറും ഒക്കെ ഈ ലോകത്ത് ഒരു ക്രൈസ്തവനായി ജീവിക്കുക. നല്ല വിശ്വാസി എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് വിശ്വാസം കാണിച്ചു കൊടുക്കുക. ഒരു വിശ്വാസി നല്ലവനായിരിക്കണമെന്നില്ല എന്ന് മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാലം പണിയുന്നവരായിരിക്കണം, അല്ലാതെ മതില് കെട്ടി നിർത്തുന്നവരായിരിക്കരുത്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. വിപ്ലവം ഇതാണ് വിപ്ലവം. യേശു ക്രിസ്തുവിന്റെ വിപ്ലവം ഇത് തന്നെയായിരുന്നു. ഓക്കെ, പറഞ്ഞൊരു വാർത്ത കിട്ടും. അതെന്താ സംഭവം? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്താ മാർപ്പാപ്പ മുറി എല്ലാം അടച്ചുപൂട്ടി സീൽ ചെയ്തു എന്നും പറഞ്ഞൊരു വാർത്ത. ഞങ്ങൾ ഒരച്ഛൻ മരിക്കുമ്പോഴും ആദ്യമേ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുറി സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ചിലപ്പോൾ ചില പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതെല്ലാം പിന്നീട് അതിനകത്ത് അതല്ലാതെ വേറൊരാൾ കയറാനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് മുറി പൂട്ടുന്നത്. ഇപ്പൊ ഞാൻ മരിക്കുമ്പോ എന്റെ മുറി പൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്റെ റൈറ്റിങ്സ് ഉണ്ടാകാം. ഇതൊന്നുമല്ല, എന്റെ ഉത്തരവാദിത്വങ്ങൾ ചിലപ്പം ചെയ്യാനുണ്ടായിരിക്കാം. നമ്മൾ മനുഷ്യരാണ്. പലതരത്തിലുള്ള ഞാൻ മേടിച്ചിരിക്കുന്ന കുർബാന എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകാം. ഞാനത് ചെല്ലി തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത അച്ഛൻ അത് ചെല്ലി തീർക്കണം.
ഒക്കെ ഒത്തിരി ഒത്തിരി വിശ്വാസത്തിന്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു അതിൻ്റെതായ ചില കാര്യങ്ങള് ഒരാൾ മരിക്കുമ്പം ആ മുറി പൂട്ടുക എന്ന് നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിലാണേലും അങ്ങനെ തന്നെ ചെയ്യത്തില്ലേ? നമ്മുടെ ഒരാൾ നമ്മളുടെ മരിക്കുമ്പോൾ നമ്മുടെ പൈസ ഇരിക്കുന്നത്, സ്വർണ്ണം ഇരിക്കുന്ന അല്ല, സ്വർണ്ണം ഉണ്ടെങ്കിൽ പൈസ ഇരിക്കുന്ന പൊട്ടിയൊക്കെ പൂട്ടി നമ്മൾ മാറ്റുകയല്ലേ? അത്യാവശ്യ കാര്യങ്ങള്. എന്തുമാത്രം ആളുകൾ അതിലെല്ലാം വരാനും പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ മാർപ്പാപ്പ ഇരുന്ന കട്ടിലല്ല, മാർപ്പാപ്പ നാളെ അദ്ദേഹം ഞങ്ങളുടേതായ രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളായിരിക്കാം. ചിലപ്പം ചിലപ്പോൾ ഇതിനകത്ത് വലിയ വിശ്വാസവും തീഷ്ണതയും ഒക്കെ ഉള്ളവർ ചിലപ്പോൾ മാർപ്പാപ്പയുടെ പേന എടുത്തോണ്ട് പോയെന്നിരിക്കും. മാർപ്പാപ്പയുടെ ആ മുറി തുറന്നു കിടക്കുകയാണെങ്കിൽ മാർപ്പാപ്പയുടെ പേന, പിന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. ഓരോ സാധനവും മാർപ്പാപ്പ ഉപയോഗിച്ച് ഓരോ സാധനവും എടുത്ത് മാറ്റി വയ്ക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്താനുള്ള സാധനമാണ്. മ്യൂസിയം എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇന്ന് ഗാന്ധിജിയുടെയും അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കുകയല്ലേ. എന്ന് പറഞ്ഞതുപോലെ 2000 വർഷത്തെ ബൈബിളിന്റെ ഭാഗങ്ങൾ പോലും നമ്മുടെ കയ്യിലുണ്ട്. അല്ലെ, പഴയ നിയമത്തിന്റെ വത്തിക്കാൻ ക്യൂരിയ എന്ന് പറയുന്നത് അതാണ്. അതൊന്നും ആർക്കും അതിന്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് പോലും കൊടുക്കത്തുള്ളൂ പിന്നീട്. അപ്പൊ അതിൻ്റെതായ റീസൺ ഉണ്ട്. അല്ലെ, റീസൺ ഇല്ലാതെ അല്ല അത് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ ഈ സംസ്കാര ചടങ്ങുകൾ, പുതിയ മാർപ്പാപ്പയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്? ഇതും കൂടെ ഒന്ന് വിവരിച്ചാൽ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സംസ്കാര ചടങ്ങുകൾ സിമ്പിൾ ആണ്. 1 മണിക്കൂർ കൊണ്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അടുത്ത പള്ളിയിലേക്ക്, ഈ സെന്റ് മേരീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സാധാരണ ആളുകളെ അടക്കുന്നത് പോലെ തന്നെ പള്ളിക്കകത്ത് ആണ് അടക്കുന്നത്. അവിടെ അടക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട്, അല്ലാതെ പെട്ടി പോലും വളരെ വില കുറഞ്ഞ പെട്ടി മേടിക്കണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. സാധാ പെട്ടി അങ്ങനെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ മാർപ്പാപ്പ ചിന്തിച്ച് കാണത്തില്ല, എല്ലാവരും ആ ശവപ്പെട്ടി ഉണ്ടാക്കുന്നവനെ പോലും പോയി കണ്ടിട്ടുണ്ടാകാം, എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞത്. അതുപോലും മാർപ്പാപ്പ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഭരിക്കാനായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പോവും എന്നുള്ളതായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജീവൻ ദൈവം കൊടുത്തു 3-4 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഈസ്റ്റർ ദിനത്തിൽ തിരിച്ചു വരാനും. അതൊന്നും വേണ്ട, മാർപ്പാപ്പ തിരിച്ചു വന്ന് ഒരു കഴിഞ്ഞ ആഴ്ചയില് മാർപ്പാപ്പ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ഫാൻസി ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട്. മറ്റേ വലിയ ഉടുപ്പൊന്നും ഇടാൻ മേലാഞ്ഞിട്ടായിരിക്കാം ഒരു ഇരിക്കുന്നതുണ്ട്. സാധാരണക്കാരനെ പോലെ ജീവിച്ച് മനുഷ്യൻ. അതാണ്. ഇനി കോൺക്ലേവിന്റെ കാര്യം പറയാം. ഇപ്പം 10-250 കർദിനാളന്മാരുണ്ട്. അതിലിപ്പം നമ്മുടെ എല്ലാ കർദിനാളന്മാർക്കും വോട്ടവകാശമില്ല. 80 വയസ്സിന് താഴെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. ഇപ്പം കേരളത്തിൽ നിന്നും ആലഞ്ചേരി പിതാവ് കർദിനാളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. അദ്ദേഹത്തിന് കോൺക്ലേവിൽ സംബന്ധിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു 135 പേരെ ഉള്ളെന്നാണ് അറിയപ്പെടുന്നത്. അവര് അവിടെ സമ്മേളിക്കുന്നു. അവിടെ സമ്മേളിച്ച് ഏതാണ്ട് 10-20 ദിവസം എങ്കിലും എടുക്കും അതിന്റെ ഒരു പ്രാർത്ഥനയും ഒത്തിരി അവര് ധ്യാനിക്കുകയും ഓരോരുത്തരെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും. ഇതിനകത്ത് റൂട്ടുപിടുത്തമില്ല, ഇന്ന് വരെ ഇല്ല. ദൈവത്തിന്റെ പദ്ധതി ഓരോ നിറവേറണമെന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇനി എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും ദൈവം അനുവദിക്കാതെ, അതാണ് കാണേണ്ടത്. ദൈവം അനുവദിക്കാതെ ഒന്നും അതിനകത്ത് ഒരു പൊളിറ്റിക്സും ഇല്ല യഥാർത്ഥത്തില്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ആധുനിക യുഗമാണ്. ആഫ്രിക്കയിൽ നിന്ന് പോലും മാർപ്പാപ്പയുണ്ടാകാം, അല്ലെ ഫിലിപ്പീൻസിൽ നിന്നുണ്ടാകാം, ഏഷ്യയിൽ നിന്നുണ്ടാകാം, ഏഷ്യയിൽ നിന്ന് എവിടുന്നേലും ഉണ്ടാകാം. ഇതൊക്കെ സംഭവ്യമാണ്. കാരണം ഇന്നിപ്പം കത്തോലിക്കരും എല്ലാം കൂടുതൽ ഉണ്ടാകുന്ന രാജ്യം, അല്ലെങ്കിൽ കൂടുതലായിട്ട് സഭ വളരുന്നത് ആഫ്രിക്കയൊക്കെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആഫ്രിക്കയിൽ നിന്ന് ഒരു കർദിനാള് ആകാൻ മേലാഴിയില്ല. അതിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മില്യൺസ് ഓഫ് പീപ്പിൾ ഇവിടെ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നാണ്, ഏഷ്യയിൽ നിന്നൊന്നുമല്ല. ഏഷ്യയും ആഫ്രിക്കയും ഒക്കെയാണ് ഇന്ന് കത്തോലിക്ക സഭ വളരുന്നത്. യൂറോപ്പിലെല്ലാം നാമമാത്ര ക്രിസ്ത്യാനികളാ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുവെ ഇപ്പൊ നമ്മള് ജാതിപരമായിട്ട് ചിന്തിക്കുകയല്ല, പൊതുവെ വെള്ളക്കാരായിട്ടുള്ള ആളുകളാണ് പൊതുവെ മാർപ്പാപ്പമാരായിട്ടൊക്കെ വരുന്നത്. അതിപ്പം ഈ ഇതിന്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റിൽ ഞാൻ കണ്ടത് ഒരു ആഫ്രിക്കക്കാരൻ, ഒരു കാർദിനാളിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒക്കെ വരുമ്പോൾ ഈ കത്തോലിക്ക സഭ അംഗീകരിക്കാതിരിക്കാൻ ഒക്കെ ഉള്ള ഒരു എന്താണ് അതിന്റെ ഒരു, നമുക്ക് ലൈവിൽ പറയുന്നത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല.
മാർപ്പാപ്പയായി കഴിഞ്ഞാൽ പിന്നെ വെളുപ്പും കറുപ്പും വല്ലതും ഉണ്ടോ? ഇതൊക്കെ ഒരു കൊളോണിയൽ സ്ലേവറിയുടെ ഭാഗമാണ് ഈ വെളുപ്പ്. അതായത് അയ്യോ, ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ തോക്ക് കണ്ടുപിടിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ എല്ലാവരെയും അധിപനാക്കി. അന്നേരപ്പോൾ അവൻ പറഞ്ഞു എന്റെ കളറാണ് ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന്. ഇന്ന് കറുത്തവനെ വെളുത്തവനാക്കാം. 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഫ്രാൻസിൽ പോയാൽ മതി. മൈക്കിൾ ജാക്സൺ വെളുത്തവനായില്ലേ? കറുത്ത മനുഷ്യനല്ലായിരുന്നോ? മൂക്ക് ചെറുതാക്കാം. മോഹൻലാലിന്റെ ഫേസ് വേണമെങ്കിൽ വെച്ച് തരാം, പൈസ വിട്ടേക്കില്. അതുകൊണ്ട് മനുഷ്യനാണ് വലുത്. അത് കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ബ്രൗൺ ആകട്ടെ, എന്താകട്ടെ, മനുഷ്യനാണ് ഏറ്റവും വലുത്. അതിനകത്ത് എന്താണ് സൗന്ദര്യത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? മുഖമാണോ? അതൊക്കെ പണ്ട് മുഖവും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവൻ അറിയാം. അതല്ല സൗന്ദര്യം എന്ന് പറയുന്നത്, മുഖമല്ല, മുഖത്തിന്റെ ഒരു ഇതല്ല. അതെങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. മുഖം വേണമെങ്കിൽ 70കാരന് ഒരു 30കാരന്റെ മുഖം വേണമെങ്കിൽ വെച്ച് കിട്ടും. ഫ്രാൻസിലാണ് ഏറ്റവും നല്ല പ്ലാസ്റ്റിക് സർജറി നടക്കുന്നത്. 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മുഖം നല്ല നല്ല എന്താ പറയുന്ന, പണ്ട് ഇതിനകത്ത് ഒരു കുഷ്ഠരോഗം വന്നിട്ട് അവനെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ആക്കി തരും. ഒരു പ്രശ്നം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരിക്കലും ഇല്ല. നമ്മള് മനുഷ്യനായി അച്ഛന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്തായാലും ആളുകൾ ജസ്റ്റ് ഒന്ന് കേട്ടെ. അച്ഛനെ സന്യാസി അല്ലല്ല, ഞാൻ കർമ്മലീത്തനാണ്. വേറൊരു സന്യാസഭയാണ് കർമ്മലീത്തനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു PhD ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ സിറ്റിയിൽ ഒരു 10-400 സീറോ മലബാർ പിള്ളേര് പഠിക്കുകയും ജോലി ചെയ്യുകയും, മലയാളികളാണോ? എല്ലാവരും മലയാളികള്. 3500 പേരോളം ഉണ്ട് ഇവിടെ. മലയാളികൾ തന്നെ ഈ പോളണ്ടില് എല്ലാവരും കൂടെ. ഇന്ത്യക്കാരാണ് ഞാനൊന്ന് നാളെ പറയാം. പിന്നെ വേറെ ക്രാക്കോ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച ആ സ്ഥലത്ത് അവിടെ വലിയൊരു സിറ്റിയാണ്. ഒത്തിരി IT-കാര്, നമ്മുടെ IT മേഖലയിൽ നിന്ന് ഒരുപാട് IT-കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 2 സർവീസാണ് നടത്തുന്നത്. ഈസ്റ്ററിന് 2 സർവീസ്. അവിടെയും 3-6 മണിക്കൂർ യാത്ര ചെയ്താലേ, ട്രെയിൻ യാത്ര ചെയ്താലേ അവിടെ ചെല്ലത്തുള്ളൂ. അവിടെയും ചെന്ന് കുർബാന ചൊല്ലി. അതുപോലെ തന്നെ ഇവിടെ പിള്ളേർക്ക് ഈ ദിവസങ്ങളിൽ IT മേഖലയിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ, കാരണം നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. IT-യുടെ ഫീസ് അല്ല, IT-യുടെ അവര് പഠിക്കുന്നവരല്ല, ജോലി ചെയ്യുന്നവരാ. ഭയങ്കര ശമ്പളത്തിന് 5, 6, 7 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാ. ഓരോ ജോലിയുടെയും അവരെല്ലാം ഫ്ലാറ്റ് അല്ല, എല്ലാവരും മേടിച്ച് നല്ല രീതിയിൽ അവരെല്ലാം എനിക്ക് എന്ത് വേണേലും ചെയ്തു തരാൻ പോകരുത്. കാരണം പോളണ്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പൊതുവെ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് നേരത്തെ 1980-83കളിൽ ഇവിടെ കമ്മ്യൂണിസമായിരുന്നു. ലെനിനൊക്കെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ലെനിൻ പിടിച്ച സ്ഥലമാണ് പോളണ്ട്. ഇവിടെയാണ് 65 ലക്ഷം യഹൂദരെ കൊന്ന സ്ഥലമാണ് ഹിറ്റ്ലർ. ഓഷിവിഷ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ അതെല്ലാം പോയി കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ. എന്നാൽ ഇന്ന് പോളണ്ടിന്റെ GDP എന്ന് പറയുന്നത് ജർമ്മനിയുടെ GDP-യേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ പോളണ്ടിൽ വരുന്നുണ്ട്. പിന്നെ ഫീസ് കുറവാണ്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചനെ കൊണ്ടുവരാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ അടുത്ത ഒരു പഠിക്കാനായിട്ടൊക്കെ ആയിട്ടേ. എല്ലാവരും ചിന്തിക്കുന്ന ഇറ്റലി, റോമിലെ പോയി പഠിച്ചാലേ കാര്യങ്ങളുള്ളൂ, നല്ലത് അതാണെന്ന്. പക്ഷെ ഇറ്റലിയേക്കാളൊക്കെ എത്രയോ GDP ആയിട്ടും അതുപോലെ തന്നെ എത്ര ഉയർന്നെന്നറിയാം പോളണ്ട്. കാലാവസ്ഥ എങ്ങനെയാ അവിടുത്തെ കാലാവസ്ഥ? ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. ഇപ്പൊ തണുപ്പ് കുറഞ്ഞു വരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം മുതൽ തണുപ്പില്ലായിരിക്കും. പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഒരു 1.5-2 മാസം സമ്മർ ആയിരിക്കും. പിന്നെ ഒക്ടോബർ തൊട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛനെ വിളിക്കാം, കുഴപ്പമില്ല. അപ്പൊ പോളണ്ടിനെ കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാനുണ്ട്, അവിടുത്തെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മാർപ്പാപ്പയെ കുറിച്ചുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് കൂടുതലും നമ്മൾ മാർപ്പാപ്പയെ കുറിച്ചല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം പൊതുജനം മനസ്സിലാക്കേണ്ട ഇത്രയാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറഞ്ഞു.
പക്ഷെ നമ്മൾ ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ആത്മീയ ആചാര്യനായിക്കൊള്ളട്ടെ, ഒരു പൊളിറ്റീഷ്യൻ ആയിക്കൊള്ളട്ടെ, അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിത നിലവാരം, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആസ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് ക്രിസ്തുവിന്റെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെയും അച്ഛന്റെയും ആരുടെ ആണെങ്കിലും ഒരു ദൗത്യം എന്ന് പറയുന്നത്. എന്നെ കണ്ടു കഴിയുമ്പോൾ അവര് പറയുന്ന നിന്നെ കണ്ടതോടുകൂടി ക്രിസ്തുവിനെ കാണാനുള്ള ആ വഴി തന്നെ അടഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അവന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഒരു വസ്ത്രമുള്ളവൻ ഒരു വസ്ത്രമില്ലാത്തവന് കൊടുക്കട്ടെ. നിന്നെ അല്പം നടക്കാൻ വിളിച്ചാൽ നീ അവന്റെ കൂടെ പോകണം. ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ച പ്രമാണം എന്ന് പറയുന്നത്. ആ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തോ അച്ഛനോ മറ്റൊരു അന്യമതക്കാരനെ വെറുക്കാനോ എതിർക്കാനോ പ്രമാണമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒക്കെ ചെയ്യുന്നു. പക്ഷെ മാർപ്പാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ മനുഷ്യരോടും ക്രിസ്തുവിന്റെ സ്നേഹം ഊന്നിയ എന്നതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോകത്തിന്റെ മുമ്പിൽ പാവങ്ങളുടെ മാർപ്പാപ്പ എന്നുള്ളൊരു പേര് വരികയും, ഈ നൂറ്റാണ്ട് കണ്ടത്തിൽ വെച്ച് മാർപ്പാപ്പ, അപ്പൊ ഈ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് പാട് നമ്മൾ നോക്കുമ്പോ എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് നാള് ജീവിച്ചിരുന്നല്ലോ. അതിനുശേഷം പിന്നെ വന്ന ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയായിരുന്നു. അപ്പം നമ്മുടെ ഈ പ്രായത്തിനിടയ്ക്ക് ഈ 3 മാർപ്പാപ്പന്മാരെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കാണുന്നത്. അത് കഴിഞ്ഞു പിന്നെ അപ്പം ഈ 3 മാർപ്പാപ്പന്മാരെ വെച്ച് നോക്കുമ്പോ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വലിയൊരു പേരുണ്ട്. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണക്കാരിൽ ഇനി അടുത്തൊരു കാര്യം, അദ്ദേഹം ഈ അടുത്ത ഇടയ്ക്ക് സന്ദർശിക്കാൻ പോയപ്പം ഇദ്ദേഹത്തിന് അവിടെ വധഭീഷണി ഉണ്ടായിരുന്നു. അവിടെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ ഞാൻ പോയി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് വായിച്ചു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ അവിടെ ചെന്ന് മരണപ്പെട്ടാലും എനിക്ക് സാരമില്ല, എനിക്ക് അവിടെ ഒന്ന് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അദ്ദേഹം പങ്കുവെക്കുകയാണ്. അപ്പം അത്രയൊക്കെ പറയാനും ഒക്കെ ചിന്തിക്കാനും അദ്ദേഹത്തിന്റെയൊക്കെ ആ മഹാമനസ്കതയും വിശാലമായ ചിന്താഗതിയൊക്കെ മനുഷ്യ സമൂഹം ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും അച്ഛന് പറയാണ്ടേ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വിശ്വാസ സത്യങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ടാകാം, ഡോഗ്മാസിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ലൂതറൻ സഭയ്ക്ക് അതിൻ്റെതായ കാണാം, അല്ലെങ്കിൽ ഇന്ത്യൻ പെന്റക്കോസ്റ്റലിന് അതിന്റെ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ മേലെ. നമ്മൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിസ്തുവിൻ്റെത് എടുക്കാൻ മേലെ. അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അത് കുഴപ്പമില്ല. എന്റെ കൺക്ലൂഷൻ അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ വിപ്ലവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ജീവിച്ചു കാണിച്ചു എന്നത് മാത്രമാണ്. അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത കാര്യം. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നമ്മളെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നതിനോ ഇനി ഭാവിയിൽ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി. ഓക്കെ, അച്ഛനോടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. അച്ഛൻ വളരെ നല്ലൊരു ആളാണ്, നല്ലൊരു സംഗീത. അച്ഛന്റെ ഒരു പാട്ട് ഈ കഴിഞ്ഞ ദിവസം പോർട്ടിൽ താമസിച്ചുകൊണ്ട് 10,000 വരുന്ന വിശ്വാസി സമൂഹത്തിന്, അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു വലിയ പ്രയോജനം. താങ്ക് യു.